അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇഫാദ ഹദീസ് ക്ലാസ് 3. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജബൻ ലി അംറിൽ മുഅ്മിനി ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ വലൈസ ദാലിക ലി അഹദിൻ ഇല്ലാ ലിൽ മുഅ്മിൻ ഇൻ അസ്വാബതുഹു സറാഉ ശകറ ഫകാന ഖൈറൻ ലഹു വഇൻ അസ്വാബതുഹു ളറാഉ സബറ ഫകാന ഖൈറൻ ലഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ട് ഇമാം മുസ്ലിം വറദിയാക്കയുടെ ഹദീസ് അജബൻ ലി അംറിൽ മുഅ്മിൻ, മുഅ്മിനായ ആളുടെ കാര്യ വലിയ അദ്ഭുത. കാരണം ഇന്ന അംറഹു കുല്ലഹു ലഹു ഖൈർ, അവൻ്റെ എല്ലാ കാര്യവും അവനക്ക് ഖൈറായിട്ടിക്കട്, ഒളിത്തായിട്ടിക്കട്. വലൈസ ദാലിക ലി അഹദിൻ ഇല്ലാ ലിൽ മുഅ്മിൻ, ഈ ഒരു ഭാഗ്യ മുഅ്മിന അല്ലാത്ത ആർക്കും കിട്ടല. എന്തിനെ കൊണ്ടുണ്ട? ഇൻ അസ്വാബത്തുഹു സറാഉ ശകറ, അവನು എന്തെങ്കിലും സന്തോഷ എത്തിയിട്ടുണ്ടായെങ്കിൽ, സന്തോഷ ಬಂತುണ്ടായെങ്കിൽ ಅವನು അള്ളാഹു ശുക്രാക്കട, നന്ദിയാക്കട. ഫക്കാന ഖൈറല്ലഹു, അത് അവനക്ക് ഖൈറൈത്ത്. വൈൻ അസ്വാബത്തുഹു ലറാവു, അവനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നെങ്കിൽ സബറ, അവന് ക്ഷമിക്കട. ഫക്കാന ഖൈറല്ലഹു, അതും അവനക്ക് ഖൈർ. അപ്പൊ ബുദ്ധിമുട്ട് വന്നെങ്കിലും ഖൈർ, സന്തോഷം വന്നെങ്കിലും ഖൈർ. ഇതാണ് ഒരു മുഅ്മിൻ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ട്. അപ്പൊ മുഅ്മിനായ ആളെ അവസ്ഥ, മുഅ്മിനായ ആൾക്ക് എല്ലാത്തിലും കൂലിയുണ്ട്. ഒരു തലനൊമ്പല വന്നിട്ടുണ്ടായെങ്കിലും, ഒരു സീത്തൈത്തുണ്ടായെങ്കിലും, തലകുത്തൈത്തുണ്ടായെങ്കിലും, ಇದಕ್ಕೆಲ್ಲ അള്ളാടെ മുന്നിൽ വലിയ കൂലി കിട്ടുന്നുണ്ടാണ് നബി തങ്ങ പഠിപ്പാട്ട്. അപ്പോൾ ഒരു സന്തോഷം വന്നിട്ടാകുമ്പോൾ മുഅ്മിൻ എന്താക്കട ചൊന്നെങ്കിൽ അവന് അള്ളാഹു ശുക്രാക്കട, അൽഹംദുലില്ലാ ചൊല്ല. ഒരു അൽഹംദുലില്ലാ ചൊന്ന് നിപ്പാട്ടില്ല, വീണ്ടും അൽഹംദുലില്ലാ ചൊല്ല. അൽഹംദുലില്ലാ ചൊല്ലോക്ക് തൗഫീഖ് തന്നവൻ അള്ളാഹുവാണ്. അപ്പൊ ആ തൗഫീഖ് ഭാഗ്യ തന്നതിക്ക് പിറകെ അൽഹംദുലില്ലാ, അങ്ങനെ നിരന്തരമായിട്ട് അവൻ അള്ളാഹു ശുക്രാക്കിക്കൊണ്ടിരിക്കട. വലിയ സന്തോഷം ಬಂತುണ്ടായെങ്കിൽ ശുക്ർ സുജൂദ് അവനാക്കട. അപ്പൊ സന്തോഷം വന്നെങ്കിൽ മുഅ്മിനായ ആൾക്ക് ഖൈർ. അപ്പൊ സന്തോഷം വന്നപ്പോൾ എന്താക്കണം ചൊന്നെങ്കിൽ ശക്കറ, അള്ളാഹു നന്ദിയാക്കണു, അള്ളാടെ മറന്നു പോണു തീറാണ്ട്. ഈ ഹദീസ് നമുക്ക് പഠിപ്പാട്ട്. നല്ല പൈസ കിട്ടിത്ത്, അല്ലെങ്കിൽ മക്കുണ്ടായിത്ത്, നല്ല അവയിത്ത്, സന്തോഷായിത്ത്, വലിയ സന്തോഷായിത്ത്, ദുനിയാവിടെ ധാരാളം നിയമത്ത് കിട്ടിത്ത്. ഇങ്ങനെ കിട്ടുമ്പോ അള്ളാടെ മറക്കിടങ്കത്തൊരവസ്ഥ ഉണ്ടാവുക തീറ. 5 പൈസത്ത് ഗതിയില്ലാത്ത ആൾക്ക് ഇപ്പൊ നല്ല പൈസ ആയിത്ത്. അങ്ങനെ നല്ല പൈസ ആയപ്പ അവൻ അള്ളാഹുടെ മറന്നുപോയ, അവನು ദീന് തെരു തപ്പിട്ട് പോണു ശുരുവാക്കിയ, അവൻ്റെ മോളുടെ മങ്ങിൽത്ത് സുബ്ഹാനല്ലാ അവನು അനിസ്ലാമികമായ സമ്പ്രദായ പദ്ധതി കൊണ്ടുവന്ന, അന്യ പെണ്ണുങ്ങളെ കൊടുന്നിട്ട് സ്റ്റേജിൽ കെട്ടിട്ട് പാട്ട് പാടുവാട്ടിയ, അതുപോലെ ഗാനമേള നടത്തിയ. എങ്കിൽ സന്തോഷം വന്നപ്പ, നിഅമത്ത് വന്നപ്പ അവನು അള്ളാഹുടെ മറന്നതൊക്കെ തെളിവായിട്ടിക്കട്. അതുകൊണ്ട് ഈ സന്തോഷത്തെ അള്ളാഹു എടുക്കുക വലിയ സ്വറന്തും ഇല്ല. പെട്ടെന്ന് മനുഷ്യരുടെ നിയമത്തിലെ ഊറിക്കളയുക അള്ളാഹു സാധ്യമുണ്ട്. വലിയ വലിയ ബമ്പമാറായങ്കത്തെ എത്രമോ ആൾമാർ, സന്തോഷത്തിൽ അങ്ങേ അറ്റത്ത് എത്തിയങ്കത്തെ എത്രമോ ആൾമാർ എൻ്റെ മെഡിക്കൽ കോളേജിൽ ഒരു ബൊട്ടു തണ്ണി പോലും ഉള്ളുക കടക്കുക ആവാത്ത രൂപത്തിൽ കിടന്നുകൊണ്ടുള്ളാറ്. ലോക ഭരിച്ചെങ്കിത്തെ വലിയ വലിയ നേതാക്കന്മാരെ ഉള്ളാറ്. ഞങ്ങൾക്കെല്ലാം അനുഭവത്തിൽ ഗൊന്തുണ്ട്. അപ്പോ സന്തോഷം വന്നപ്പ മതിമറക്കുക തീറ, സന്തോഷം വന്നപ്പ ശക്കറ എന്താക്കണു, നന്ദിയാക്കണു. അള്ളാഹു ധാരാളം നിഅമത്ത് നക്ക് തന്നല്ലേ എന്ന് ചൊന്നിട്ട് ഒരു ശുക്ർ ആക്കടങ്കത്തെ ഒരു നല്ല മനസ്സ് നമുക്ക് ഉണ്ടാവണം. മുഅ്മിനായ ആളുടെ അടയാള അതായിട്ടിക്കുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ടിത്ത്. അങ്ങനെ നിയമത്ത് ശുക്ർ ആക്കടങ്കത്തെ ആളൊട്ടിಗೆ അള്ളാഹു വലിയ ഇഷ്ടമായിട്ടിക്കിട്. ഇനി വൈൻ അസ്വാബത്തുഹു ലറാവു, അവനിക്ക് എന്തെങ്കിലും മുസീബത്ത് വന്നിട്ടുണ്ടെങ്കിൽ അപ്പ പറയിടല്ല അള്ളാഹുടെ, ഓ ഇങ്ങനത്തെ മുസീബത്ത് തരണു, ನಾನು 5 വക്ത് നിസ്കരിക്കില്ലേ, ನಾನು നോമ്പ് നോക്കില്ലേ, എന്നിട്ട് എൻ്റെ മോൻ്റെ മേമ അള്ള മരിപ്പാട്ടെ, അപ്പുറത്ത് നിസ്കരിക്കാത്ത ആളുണ്ട്, കള്ളു കുടിക്കലെങ്കത്തെ അബുക്കറുള്ള, അല്ലെങ്കിൽ വേറൊരുത്ത ഉമറുള്ള, അവൻ്റെ മോൻ്റെ അള്ളാഹു മരിപ്പാട്ടിട്ടില്ലല്ലേ, അവനിಗೆ എന്ത് നിയമത്ത് അല്ല കൊടുത്തറ, നൻ്റെ എന്ത് അള്ളാഹ് കാണ്ടേന്ന് ചൊന്നിട്ട് ഇങ്ങനെ അള്ളാഹെതിരെ കേസ് കൊടുക്കണമെങ്കത്തെ, കേസ് ചൊല്ലങ്കത്തെ ഒരു അവസ്ഥ ഉണ്ടാവുക. ബുദ്ധിമുട്ട് വന്നപ്പ, ആക്സിഡന്റിൽ പെട്ടെങ്കിൽ, കുടുംബത്തിൽ ഒരാൾ മരിച്ചു പോയെങ്കിൽ, കിടാവ് മരിച്ചു പോയെങ്കിൽ, ഔത്തുക്ക് തീ പിടിച്ചെങ്കിൽ, എന്ത് മുസീബത്ത് വന്നെങ്കിൽ അപ്പ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ചൊല്ലങ്കത്തെ ആ ഒരു വിശാല മനസ്സ് സാധാരണ അറബികളിലുണ്ട്. അങ്ങനെ അവത്തുക്ക് തീ പിടിച്ചിട്ട് കത്തിക്കൊണ്ടിരുന്നെങ്കിലും കൈഫൽ ഹാൽ എങ്ങനെ ഉള്ളവരുണ്ട് കേട്ടെങ്കിൽ അൽഹംദുലില്ലാ ഖൈർ ചൊല്ലുവാറുള്ള അങ്ങനത്തെ നല്ല ഒരു സമ്പ്രദായം കൊണ്ടു. അപ്പൊ ബുദ്ധിമുട്ട് വന്നെങ്കിലും ഇന്നാലില്ല എന്ന് ചൊന്നിട്ട് ക്ഷമിക്കണമെങ്കിൽ താൽമാർന്നങ്ങ് അവനു ഫക്കാന ഖൈറല്ലഹു, അങ്ങനെ ക്ഷമിച്ചെങ്കിൽ അത് അവന് ഖൈറായിട്ടിക്കണ്ട. അപ്പൊ ബുദ്ധിമുട്ട് വന്നപ്പമേ ക്ഷമിക്കണം, കുറെ നാൾ കഴിഞ്ഞിട്ട് ക്ഷമിക്കടക്ക് അർത്ഥമില്ല, അപ്പമേ ക്ഷമിക്കണം. അപ്പൊ ഈ ഹദീസിൽ നബി തങ്ങ പഠിപ്പാട്ടെ, സന്തോഷം വന്നെങ്കിൽ മുഅ്മിൻ അള്ളാഹു നന്ദിയാക്കട, ശുക്രാക്കട. മുസീബത്ത് ബുദ്ധിമുട്ട് വന്നെങ്കിൽ അവನು ക്ഷമിക്കട. ഇത് രണ്ടും അവനക്ക് ഖൈറായിട്ടിക്കട്.
അപ്പോൾ മുഅ്മിനായ ഒരു മനുഷ്യക്ക് ഖൈറല്ലാത്തൊന്നും ഉണ്ടാവുക സാധ്യമേ ഇല്ല. അവന് യഥാർത്ഥ മുഅ്മിൻ ഒക്കെ ഉണ്ടായെങ്കിൽ അവൻ്റെ ആയുസ്സിലെ ഓരോ സെക്കൻഡും അവನು ഖൈർക്ക് യൂസ് ആക്കുക സാധ്യാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ട്. അപ്പം ഈ ഹദീസിൽ വലിയൊരു പാഠ ഞങ്ങൾ പഠിക്കൊണ്ടുണ്ട്. എന്തിനാണ് ചൊന്നെങ്കിൽ മുഅ്മിനായ ഞങ്ങ ഈമാൻ ചൊല്ല ഭാഗ്യ അള്ളാഹു ഞങ്ങൾക്ക് തന്നറ. ഈ ഭാഗ്യത്തെ നിലനിപ്പാട്ടണു. അതിലൊಟ್ಟಿಗೆ ഞങ്ങളുടെ ഓരോ സെക്കൻഡും ഖൈർക്ക് മാത്രം ചിലവാവണു, ഒളിത്തുക മാത്രം ചിലവാവണു. അങ്ങനെ ചിലവായെങ്കിൽ മാത്രം ഞങ്ങളെപ്പറ്റി മുഅ്മിനെന്ന് ചൊല്ലുക സാധ്യമായിട്ടാണ് ഈ ഹദീസിൽ നബി തങ്ങൾ പഠിപ്പാട്ടേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.